എല്ലാവർക്കും നമസ്കാരമുണ്ട്. ചെങ്ങാത്ത് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത ഹെൽത്ത് മിക്സാണ്. എൻ്റെ ഹെൽത്ത് മിക്സ് ഞാൻ ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഹെൽത്ത് മിക്സ് എന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയും കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടണോട് കൂടി നിങ്ങൾ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹെൽത്ത് മിക്സിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ചക്കച്ചുള ഉണക്കി പൊടിക്കുന്ന ആ പൊടിയാണ് നമ്മൾ ഹെൽത്ത് മിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചക്കച്ചുള ഉണക്കി പൊടിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ തണലത്തിട്ടാണ് നമ്മൾ ഇതിനെ ഉണക്കിയെടുക്കുന്നത്. കാരണം സൂര്യപ്രകാശം നേരിട്ട് ഈ ചക്കച്ചുളയിൽ അടിച്ചു കഴിയുമ്പോൾ അതിലുള്ള പല വൈറ്റമിൻസും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരിലാണ് തണലത്ത് ഉണക്കിയെടുക്കുന്ന ചക്കച്ചുളയുടെ പൊടിയാണ് ഹെൽത്ത് മിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചക്കച്ചുളയിൽ കുറഞ്ഞ ഗ്ലൈസമിക് അഥവാ GA ആണുള്ളത്. വളരെ കുറഞ്ഞ അളവിൽ ഈ പറയുന്ന ഗ്ലൈസമിക് ഉള്ളൂ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ ചക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ചക്ക കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തെ തടയുന്നതായിട്ടാണ് പഠനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചക്ക കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തെ തടയുന്നു. അതേപോലെ ഈ ചക്ക കഴിക്കുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഷുഗറിൻ്റെ അളവുകൾ വളരെയധികം നോർമൽ ലെവലിലേക്ക് എത്തുന്നതായിട്ട് പല പഠനങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ചക്ക നമ്മളെ സഹായിക്കുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നത്. ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കും. നമ്മുടെ ദഹനങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ചക്കപ്പൊടി നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. വൈറ്റമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ്, ഇലക്ട്രോലൈറ്റുകൾ, പൊട്ടാസ്യം, ഫൈബർ എന്നിവയിൽ സമ്പന്നമാണ് നമ്മുടെ ചക്ക. അപ്പം തീർച്ചയായിട്ടും ഈ ചക്കപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഹെൽത്ത് മിക്സ് നമ്മെ ഒരുപാട് നമ്മുടെ ശരീരത്തെ അതിൻ്റെ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ഹെൽത്ത് മിക്സിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഐറ്റമാണ് മില്ലറ്റിൽപ്പെട്ട മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യം. ഈ ചെറുധാന്യപ്പെട്ട മുത്താറി. ഈ മുത്താറിക്ക് ഒരുപാട് പേരുണ്ട്. പഞ്ഞപ്പൊരി എന്ന് പറയും, റാഗി എന്ന് പറയും, കൂവരക് എന്ന് പറയും, ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത് ഫിംഗർ മില്ലറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ 6 മാസം മുതൽ 1.5 വയസ്സ് വരെ നമ്മൾ അവർക്ക് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ പറയുന്ന മുത്താറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം. എന്നാൽ ഒരു 10 വർഷമായിട്ട് നമ്മുടെ പ്രായം ചെന്നവർ നന്നായിട്ട് ഈ മുത്താറി ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാലാണ് ഈ മില്ലറ്റിൽപ്പെട്ട മുത്താറി നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ എത്രമാത്രം അകറ്റി കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈറ്റമിൻ്റെ കലവറയാണ് മുത്താറി. പൊട്ടാസ്യമുണ്ട്, കാൽസ്യമുണ്ട്, അയണുണ്ട്, വൈറ്റമിൻ ധാരാളം അടങ്ങിയിരിക്കുന്നു. അപ്പം ഇപ്രകാരം നമ്മൾ മുത്താറിയിൽ ഇത് അടങ്ങിയതിനാൽ നമ്മൾ ഈ ചക്കപ്പൊടിയോട് ചേർന്ന് ഈ മുത്താറി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ കഴുകിയതിന് ശേഷം 12 മണിക്കൂർ വെള്ളത്തിലിട്ട് അത് മുളപ്പിച്ച് തണലത്തിട്ട് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഹെൽത്ത് മിക്സിലേക്ക് മുത്താറി ഉപയോഗിക്കുന്നത്. ഈ മുത്താറിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിശപ്പ് മാറ്റുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. കുറച്ച് മുത്താറി കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ അധികം വിശപ്പ് അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അമിതവണ്ണം വരികയും പ്രമേഹത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ ഈ മുത്താറിയിൽ ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതിനാൽ ഇത് കുടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുടലിൽ അനാവശ്യമായി കിടക്കുന്നതിനെ ഇത് ചുറ്റി വലിഞ്ഞ്
എടുത്തുകൊണ്ട് ആ നാരുകളും ഫൈബറുകൾ ചുറ്റി വളർന്നെടുത്തുകൊണ്ട് ഇത് നമുക്ക് മലബന്ധം കറക്റ്റാക്കാനും അതേപോലെ തന്നെ ശോധന പലർക്കും വേദന വരുന്നു, മൂലക്കുരു വരുന്നു, ഇതിങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഒരുപാട് ആശ്വാസം നേടാൻ വേണ്ടി മുത്താറി നമ്മളെ സഹായിക്കുന്നു. മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ ഈ കുടലിൽ നമുക്ക് വളർന്നു വന്നിരിക്കുന്ന ധാരാളം ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളെ വളരെയധികം എന്താ പറയുക ഇതാക്കാൻ വേണ്ടി പ്രചോദനമാക്കാൻ വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അതിനെ വളർച്ചയ്ക്ക് വലുതാക്കാനായിട്ട് ഈ മുത്താറി നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നു, പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് ഈ മുത്താറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. മലബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞ മലബന്ധത്തിൻ്റെ ശരീരഭാരം നിയന്ത്രിക്കാൻ, വിശപ്പില്ലായ്മ പരിഹരിക്കാൻ പറ്റുന്നു. പ്രമേഹ രോഗികൾക്ക് നല്ലത്. നാരുകൾ ധാരാളമുള്ളതിനാൽ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഈ മോശം അവസ്ഥയെയും ശരിക്കും പറഞ്ഞാൽ ബോഡീനെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ പറയില്ല, ഒരു അഴുക്ക് വന്ന ഭാഗം കഴുകിയെടുക്കുക. അതേപോലെ തന്നെ ബോഡീനെ, ശരീരത്തെയും കുടലിനെയും ശുദ്ധീകരിച്ച് ഈ രക്തത്തിലേക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് രക്തത്തിലേക്ക് സാവകാശമേ പോകും. ദഹന സാവകാശം നടക്കുന്നതിനാൽ രക്തത്തിലേക്ക് സാവകാശം പോകുന്നത് ഈ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കുറവായിട്ട് വരികയും ചെയ്യുന്നു. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് പച്ചക്കായ തൊലി കളഞ്ഞ് ഉണക്കി പൊടിക്കുന്ന ചക്കപ്പൊടിയാണ്, പച്ചക്കായപ്പൊടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ പച്ചക്കായപ്പൊടി തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും കഴുകില്ല. കാരണം അതിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പശയുണ്ട്. ആ പശ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടലിലും ഒരുപാട് ആവശ്യകരമാണ്. ഹൃദ്രോഗത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റാഗി ചെയ്യുന്നത് പോലെ, അവ മുത്താറി ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ പച്ചക്കായ പൊടിച്ച ചക്കപ്പായ അതിൻ്റെ പൊടി. അപ്പം ഇതിൽ നാരുകൾ ഒരുപാട് ധാരാളം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹനത്തെ ഏറെ ഗുണം ചെയ്യും. ദഹനത്തെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ പച്ചക്കായ ഉണക്കി പൊടിച്ച. അതും തണലത്തിട്ട് ഉണക്കി പൊടിച്ച. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ നേരിട്ടടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ പോകുന്നതിനാൽ ആണ് ഇത് തണലത്തിട്ട് ഉണക്കി പൊടിച്ചത്. അപ്പോൾ അവർ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുവാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും ഈ പച്ചക്കായ പൊടി നമ്മളെ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഈ നാരുകളടങ്ങിയ ഇവ നമ്മളെ സഹായിക്കുന്നു. പൊട്ടാസ്യം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ ഈ പച്ചക്കായ പൊടിയും അതേപോലെ നമ്മുടെ മില്ലറ്റിൻ്റെ ഘടകമായ നമ്മുടെ മുത്താറിയും അതേപോലെ ചക്കപ്പൊടിയും, ഈ 3 ഘടകങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ യഥാർത്ഥ രീതിയിലേക്ക് വരുവാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നു. ഹെൽത്ത് മിക്സ് കഴിക്കുന്നത് ദിവസത്തിൽ ഒരു തവണ 5 ഗ്രാം മതി. അപ്പോൾ നമുക്ക് പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 5 ഗ്രാം എടുക്കുക. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഈ 5 ഗ്രാം ചേർക്കുക. അതിൻ്റെ അടുപ്പിൽ വെക്കുക. ഇത് തീ കത്തിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തിളയ്ക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് ലഘു ചൂടിൽ കുടിക്കുക. അപ്പോൾ നമുക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. നമുക്ക് കേരളത്തോ നമുക്ക് വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും ധാരാളം ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ബൈ കൊറിയറോ ബൈ പോസ്റ്റൽ വഴി അയച്ചു തരാം. പിന്നെ വിദേശത്ത് യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നവർ നേരിട്ട് വാങ്ങിക്കൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ അവർക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഇപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന 4ാമത്തെ ഘടകം എന്ന ചോളത്തിൻ്റെ പൊടിയാണ്. ഈ ചോളത്തിൻ്റെ പൊടി നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ അമിതമായ വണ്ണത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് കിതപ്പുകൾ, ശ്വാസം മുട്ടലുകൾ, അലർജികൾ ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് ചോളപ്പൊടി നമ്മളെ സഹായിക്കുന്നു. 5ാമത്തെ ഘടകമാണ് വന്നിരിക്കുന്നത്. 5ാമത്തേതാണ് നമുക്ക് പനകൽക്കണ്ടം. ചിലർ ചോദിക്കും ഈ മധുരം ഇതിനകത്ത് വരില്ല. ആ ഒരു മധുരം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആഡ് ചെയ്ത് വരുന്നത് നമുക്ക് വളരെ കുറഞ്ഞ കണ്ടൻറ്റിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ അത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽത്ത് മിക്സ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതാണ്. ഇതിന്
ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അപ്പോൾ 250 ഗ്രാമിൻ്റെ പാക്ക് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഏകദേശം 45 ദിവസം കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വരുന്ന വില 360 രൂപയാണ്. കാരണം ചക്കപ്പൊടിയുണ്ട്, പച്ചക്കായ ഉണക്കി പൊടിച്ച പൊടിയുണ്ട്, മുത്താറി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച പൊടിയുണ്ട്, അതേപോലെ തന്നെ പനങ്കൽക്കണ്ടുണ്ട്, ചോറത്തിൻ്റെ പൊടിയുണ്ട്. ഈ 5 ഐറ്റംസും ഒക്കെയാണ് നമ്മുടെ ഹെൽത്ത് മിക്സ്. അപ്പം തീർച്ചയായിട്ടും ഹെൽത്ത് മിക്സ് കഴിക്കുക, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക, ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.